ഹലോ, വെൽക്കം ടു ആ വ്ലോഗ്. നമ്മളിപ്പോൾ മലയാറ്റൂരുള്ള ചിൽഡ്രൻസ് പാർക്കിലാട്ടോ. ടൂറിസം വകുപ്പിൻ്റെയാണ് ചിൽഡ്രൻസ് പാർക്ക് എന്നുണ്ടെങ്കിൽ ഉദ്ഘാടനം ചെയ്യാൻ അവർക്ക് യോഗം ഉണ്ടായില്ല. ഉദ്ഘാടനം നമ്മുടെ നാട്ടുകാരും നമ്മുടെ കുട്ടീസൊക്കെ കൂടെ ചേർന്ന് അങ്ങോട്ട് ഉദ്ഘാടിച്ചു. അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൂ ഇവിടേക്ക്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിള്ളേർക്ക് ഭയങ്കര സന്തോഷമാണ്. കുറച്ച് കളിക്കാനുണ്ട്. പിന്നെ ഇന്നെന്ന് വെച്ചാൽ സൺഡേ ആയിരുന്നു. അപ്പോൾ ചേട്ടനാണെങ്കിൽ കടയൊക്കെ അടച്ച് വന്നപ്പോഴേക്കും കുറച്ച് വൈകി. 3 മണി വരെ ഉള്ളൂ ഷോപ്പ്. എന്നാലും ചെറിയ ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇരുട്ടായി. എന്നാലും പിള്ളേരെയും കൊണ്ട് എവിടേക്കെങ്കിലും ഒന്ന് പോവാന്ന് വെച്ചിട്ട് വന്നതാട്ടോ. അപ്പോൾ ഇതാവുമ്പോൾ അധികം ദൂരമില്ല. പിന്നെ കുട്ടീസിനാണെങ്കിൽ എന്താ പറയാ, എന്ത് നമ്മൾ മേടിച്ചു കൊടുക്കണേലും കൂടുതൽ സന്തോഷം ഇതുപോലെ വല്ല പാർക്കിലോ അങ്ങനെ വല്ലയിടത്തേക്കൊക്കെ കുറച്ച് നേരം കൊണ്ടുപോകുന്നത്. അപ്പോൾ അവരും നല്ല ഹാപ്പി. പിന്നെ എന്താ പറയാ, കണ്ണൻ LKG ആവണ വരെ രാജേട്ടൻ ഗൾഫിലായിരുന്നു കേട്ടോ. ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു 2 മാസം അല്ലെങ്കിൽ 1 മാസം ലീവിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടൂറ് കാര്യങ്ങളെക്കാളും കൂടുതൽ അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 പ്ലാനിങ്ങും കൊണ്ടായിരിക്കും വരുന്നത്. അപ്പൊ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴേക്കും ലീവും കഴിഞ്ഞിട്ടുണ്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ നാട്ടിൽ സെറ്റിൽഡ് ആയി കഴിയുമ്പോൾ നമുക്കിതുപോലെ എന്നും എവിടേക്കെങ്കിലും ഒക്കെ പോവാന്നൊക്കെ അന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായി. പക്ഷെ എന്നും പോയിട്ട് ആഴ്ചയിൽ ഇതുപോലെ ഇത്തിരി നേരമൊക്കെ പോണത് തന്നെ ഇപ്പോ എന്താ പറയാ, തിരക്കും കാര്യങ്ങളും കടയും. എന്നാലും ഒരു സന്തോഷത്തിന് കുട്ടികളെയും കൊണ്ട് പോയേക്കണതാട്ടോ. അങ്ങനെ കണ്ണനും അച്ചും സ്ലൈഡിൽ കയറിയപ്പോഴാണെങ്കിൽ ഗൗരിയും കൂടെ കയറിപ്പോയി. കണ്ണനും അച്ചുള്ള കാരണം കൊണ്ട് അവക്കും കയറണമെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് കയറ്റിയിട്ട് ഇറക്കാന്നും പറഞ്ഞ് കൊണ്ടുപോയതാട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തിയുടെ ഭാവം മാറി. ചേട്ടന്മാര് 2 ആളും അപ്പുറത്തും ഇപ്പുറത്തുള്ള കാരണം അവക്കാണെങ്കിൽ യാതൊരു പേടിയുമില്ല. എന്ത് ചെയ്തിട്ട് ഇറക്കാൻ നോക്കിയിട്ട് ഇറങ്ങണ്ടായില്ല. അങ്ങനെ ഒരു കണക്കിന് നമുക്കാണെങ്കിൽ അങ്ങോട്ട് കയറി പോകാനും പറ്റില്ല. കുട്ടികൾ കളിക്കണില്ല, ഇഷ്ടംപോലെ പിള്ളേരും ഉണ്ട്. അങ്ങനെ ഒരു കണക്കിന് കണ്ണന്റെ അവളെ പൊക്കി നമുക്ക് എടുത്തു തരാന്നൊക്കെ പറഞ്ഞ് നോക്കിയപ്പോ അവള് നമ്മുടെ വീട്ടിലുള്ള അതേ ഐഡിയ. അവളവിടെ ഇരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും? അപ്പൊ അച്ചു ആണെങ്കിൽ കൂടെ തന്നെ നിക്കാട്ടോ. അച്ചു വന്നിട്ട് ഒരു കണക്കിന് ഗൗരി അങ്ങോട്ട് വാന്നൊക്കെ പറഞ്ഞതേ ഗൗരീനെ കൊണ്ട് ഒരു സ്ലൈഡിൽ കൂടെ ഇറക്കാൻ നോക്കാൻ പോട്ടെ. അപ്പൊ എനിക്ക് ഇവര് 3 ആൾ ഇങ്ങനെ കാണിക്കണാണ്. എനിക്ക് എന്താ പറയാ, ഒരു നല്ലൊരു അവര് കാണിക്കണ കാണുമ്പോ ഒരു ആകാംക്ഷയാട്ടോ. രണ്ട് പീക്കിരി ചേട്ടന്മാരും ഒരു അനിയത്തിയും. അങ്ങനെ കണ്ണൻ അവളെ ഇരുത്തി സ്ലൈഡിൽ നല്ല പേടിയുണ്ട്. കാരണം ഇച്ചിരി നല്ല ഹൈറ്റ് ഉണ്ട്. പക്ഷെ രാജേട്ടൻ പിടിച്ച് കുഴപ്പമില്ല. അവര് രണ്ടുപേരും നല്ല ഹാപ്പി. അങ്ങനെ അവിടെയുള്ള ഒരുവിധ എല്ലാ കളിക്കണേലും നമ്മൾ കയറി. അപ്പൊ ഗൗരിക്കാണെങ്കിൽ ചേട്ടന്മാര് 2 ആള് കൂടെയുള്ള അങ്ങനെ ഒന്നിലും അങ്ങനെ കയറാൻ പേടിയും കാര്യങ്ങളൊന്നുമില്ല. കണ്ണൻ കുഞ്ഞായിരുന്നപ്പോ കണ്ണനെ എല്ലാത്തിലും ഒന്ന് കയറാൻ ഒരു മടിയായിരുന്നു. കാരണം അവന് ആരും കൂട്ടുണ്ടായില്ല. അച്ഛനും പിന്നെ കണ്ണനുള്ള അച്ഛനും കുഴപ്പമില്ല. ഗൗരിക്കാന്നുണ്ടെങ്കിൽ 2 ചേട്ടന്മാര് കൂടെ ഉണ്ട്. അപ്പൊ പിന്നെ അത് കാരണം അവക്ക് ഒന്നിനും യാതൊരു പേടിയില്ല. അപ്പൊ അങ്ങനെ ഒരു സ്ട്രൈഡിലൊക്കെ അധികം നേരമൊന്നും നമ്മൾ നിന്നില്ല കേട്ടോ. കാരണം ഒരുപാട് ലേറ്റ് ആയിട്ടാ പോയത്. പിന്നെ പിറ്റേ ദിവസം നമുക്ക് ഷോപ്പും ഉണ്ട്. അപ്പൊ അത് കാരണം ഒരു മണിക്കൂറിന് താഴെ സമയം അവിടെ നിന്നോളൂ. അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് കുറച്ച് ബജ്ജൊക്കെ മേടിച്ച് കഴിച്ചത് നമ്മൾ തിരിച്ചു വരാട്ടോ. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ.